Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, we can start. Who is ready to do prayer? ഞാനാ മിസ് അനു. Okay. ഹൃദയരാഗതന്ത്രിമേറ്റി സ്നേഹഗീതമേകിയും ഭൂമി തളിരിടുന്ന വന്നമേകിയും നമ്മിൽ വാഴുമാദ്യനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീശ്വരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. Okay, next. Okay, anything else? Signing for the day? സൈനിങ് ഞാനാണ് മാം. തോട്ട് ഓഫ് ഗഡ് ആണോ അത് പറയണേ? എങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ, എന്നാ ഞാൻ പറയാം. Good afternoon, ma'am, and all friends. Good afternoon. I'm Nasima from Manjeri. പിന്നെ ചെറിയൊരു മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയണത്. ഒന്നില് കോമഡി ആയിട്ടുള്ള കാര്യം പറയാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇതാക്കാന്ന് വിചാരിച്ചു. ഏതായാലും കുഴപ്പമില്ല, എന്തായാലും മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണല്ലേ നമ്മളൊക്കെ, അല്ലേ? നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വിഷ്വലൈസേഷൻ. അതായത് നിങ്ങൾക്കൊരു വീട് വേണം, അല്ലെങ്കിൽ ഒരു കാർ വേണം, അല്ലെങ്കിൽ ടീച്ചർ ആവണം, അല്ലെങ്കിൽ നമുക്ക് അബോർഡിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കണം, എന്തോ ആയിക്കോട്ടെ. നിങ്ങളതാവുന്നതും അതിലൂടെ ജീവിക്കുന്നതും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമല്ല. നമ്മൾ എഫേർട്ട് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തീരുമാനിക്കണം. ശക്തമായിട്ട് നിന്നാലേ വിജയിക്കുള്ളൂ. അല്ലാതെ നിന്നാൽ വെറുതെ ആവും. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതെല്ലാം നമ്മളെ പിന്നോട്ട് വലിക്കുമെങ്കിലും അതൊക്കെ നമ്മൾ മറികടക്കും. കാരണം അതിനുള്ള ശക്തി ഈ വഴിയിൽ ശക്തി നമുക്ക് കിട്ടും. പക്ഷെ തീരുമാനിക്കണം, അത് നമ്മൾ നേടിയെടുക്കും എന്നുള്ള ഉറച്ചൊരു വിശ്വാസം വേണം. പിന്നെ ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്. ഒരു ലക്ഷ്യം പരാജയപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്വയം സംശയിക്കാൻ തുടങ്ങും. അത് ചെയ്യരുത്. നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഇല്ലെങ്കിൽ ഓർക്കുക, മറ്റാരും നിങ്ങളെ വിശ്വസിക്കൂല. നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ സഹായം പോലും കിട്ടിയെന്ന് വരില്ല. ചുറ്റുള്ള ആളുകൾ നിങ്ങളെ വിശ്വസിക്കാത്ത അവസരങ്ങൾ പോലും സ്വയം വിശ്വസിക്കുക. ശാന്തത പാലിക്കുക. നിങ്ങളുടെ സമയം വരും, തീർച്ചയായിട്ടും വരും. ഉടനെ അല്ലെങ്കിലും. കാരണം നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മറ്റുള്ളവരൊക്കെ അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു വിഷാമിന്റെ കഴിഞ്ഞ ക്ലാസ്. ഒരു മോണ്ടിസോറി ടീച്ചർ ആവുന്ന നമുക്ക് ഒബ്സർവേഷൻ കിട്ടാനുള്ള കോൺസെൻട്രേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ട പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ 5 സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ലൈഫിലെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റിന്റെ റീകണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റി മാം ചെയ്യിച്ചു. അത് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ പുന്നാര മോൾക്ക് വേണ്ടിയിട്ട് സ്മോക്കിംഗ് ഉപേക്ഷിച്ച സ്നേഹനിധിയായ ഒരു അച്ഛനെ നമുക്ക് അറിയാനായി. പിന്നെ ക്ലാസിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കുറച്ച് പോയിന്റുകൾ എടുത്തു. മെയിനായിട്ട് കുട്ടികൾ നമ്മൾ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ ഹെൽത്ത് ആൻഡ് ഹൈജീന്, ഹെൽത്തി ഫുഡ്, പ്രീക്വേഷൻ ആൻഡ് പ്രിവെന്റീവ് എടുക്കുക, ഹെൽത്ത്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡി എടുക്കുന്നതിന്റെ ആവശ്യകത, പിന്നെ മെന്റൽ ആൻഡ് എമോഷണൽ ഹെൽത്തി ആക്കാനുള്ള ആക്ടിവിറ്റി ചെയ്യുക,
സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റിയിൽ അവണേഴ്സ് കൊടുക്കുക. അങ്ങനെ സ്കൂളിന്റെ അകത്തും പുറത്തും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ സഹപാഠി ശ്രീയുടെ യൂട്യൂബ് ചാനൽ പരിചയപ്പെട്ടു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. ഇനി എടുക്കാനുള്ളത് ദ റൂൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന പാർട്ടാണ് എടുക്കാനുള്ളത്. താങ്ക് യു മാം. Thank you, Nasima. Thank you so much. നിങ്ങൾ ശരിക്കും ടോട്ടൽ സ്ട്രെങ്ത് എത്രയാ? എത്ര പേരുണ്ട് ക്ലാസ്? 50. ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ടാവും അല്ലെ? മേ ബി വെക്കേഷൻ ആയി നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ പേഴ്സണൽ ടൈം ഒക്കെ നഷ്ടമാകുവാണോ ക്ലാസ്സിൽ കയറിയിരിക്കുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മളുടെ ഗ്രൂപ്പിൽ 67 പേരുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് ക്ലാസ്സിന് കയറുന്നുണ്ട്, കയറാത്തവരും ഉണ്ട്. സ്റ്റിൽ 67 പേര് ഗ്രൂപ്പിലുണ്ട്, ഞങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പില്. പക്ഷെ എപ്പോഴും ക്ലാസ്സിൽ 21 പേരോ 26 മേ ബി 30 ഒക്കെ വരും, 34 പേരൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? മ്യൂട്ടായി പോയി, എന്റെ കൈ തീരാൻ തോന്നുന്നു, സോറി. അല്ല, ഇപ്പം വെക്കേഷൻ ആയി, മക്കളൊക്കെ ഉള്ളവർക്കേ വെക്കേഷൻ ആയി, അപ്പൊ എല്ലാരും ടൂർ പോകുന്ന സമയവും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അതുകൊണ്ടായിരിക്കാം. അതെ മാം, ടൂർ പോകുന്ന സമയമാണ്. ഓക്കെ, സോ നമ്മൾ യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെ? സീമ പറഞ്ഞനുസരിച്ച് ചെറിയൊരു ഭാഗം എടുക്കാറുണ്ട്. ദ റൂൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗം കൂടി കവർ ചെയ്യാണ്ട്. ഓക്കെ, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് പഠിച്ചു വെക്കുക എന്നുള്ളതല്ല, അത് കംപ്ലീറ്റ് ആവുന്നത് വൺസ് എവറി ടൈം വി ആർ അപ്ലൈങ് ഇറ്റ് ടു അവർ ലൈഫ്. നമ്മളുടെ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അത് ഹെൽത്ത് എഡ്യൂക്കേഷൻ മാത്രമല്ല, ഏത് എഡ്യൂക്കേഷൻ. മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ പഠിക്കുക എന്നുള്ള, നിങ്ങൾ അതിന്റെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളത് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴാണ് ചേഞ്ചസ് വരുന്നത്. ഒരു ഇൻസൈറ്റ് ആണത് ശരിക്കും. എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? മാഡം കിട്ടി. കിട്ടി മാഡം. ഓക്കെ, നമുക്ക് ഇതെല്ലാം എടുക്കണ്ടേ? ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾക്കറിയാം, നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരു ആഫ്റ്റർ 3 years ഒക്കെ ആവുമ്പോഴേക്കും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പല പല ഏരിയകളിലേക്ക് പോകും. ചിലർ അംഗൻവാടികളിലേക്ക് പോകും 3 years കഴിയുമ്പോൾ, ചിലർ പ്രീ സ്കൂളിൽ പോകും. അത് കഴിയുമ്പോൾ പിന്നെ അവരുടെ ആ ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു സിസ്റ്റമാറ്റിക് വേ സ്റ്റാർട്ട് ചെയ്യുവാണ്. KG സെഷനിൽ ചേർക്കുന്നു അല്ലെ? KG സെഷൻ, പിന്നെ അവർ LP സെഷനിലേക്ക് പോകുന്നു, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഗോസ് ഓൺ അല്ലെ? അങ്ങനെയാണ് നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ ആണെങ്കിലും ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു ഗ്രോത്ത് അത് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുട്ടികള് വീട്ടിലേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളിലല്ലേ? അതെ. വൺസ് സ്കൂളിൽ തിരിച്ചു വന്നാൽ അവരെന്താ ചെയ്യുക? അവര് കുളിച്ച് ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ കളിക്കാൻ പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കുറച്ചു നേരം കളിച്ച് TV കണ്ട് പാരന്റ്സിന്റെ കൂടെ വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പിന്നെ റെസ്റ്റ് ടൈം, ഉറങ്ങുവാണ് പിന്നെ കൂടുതൽ ടൈം. ബട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം സ്കൂള് തന്നെയാണ്. സോ സ്കൂൾ അതോറിറ്റീസ്, എക്സ്പെഷ്യലി ടീച്ചേഴ്സിന് വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുട്ടികളുടെ കാര്യത്തില്. നാളെ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് പോകുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, ഇപ്പൊ വീട്ടിലും പല കാര്യങ്ങളുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോൾ വീട്ടിലെ 2 കുട്ടികളെ 3 കുട്ടികളെ 1 കുട്ടികളെയാണ് നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ മാനേജ് ചെയ്യേണ്ടി വന്നാൽ, സ്കൂളിൽ അത് അത്രയും നമ്പർ ഒന്നും അല്ല.
വിരലിലെണ്ണാവുന്ന നമ്പർ അല്ല, മേ ബി 20 ആകാം, 30 ആകാം, 40 ആകാം, ചിലപ്പോൾ പല പല ക്ലാസ്സസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ദിവസം നമ്മൾ 100 നൊക്കെ അടുത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് കുട്ടികളെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും സിറ്റുവേഷൻ അത് തന്നെയാണ്. അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ അവരെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്, വളരെ ഇമ്പോർട്ടൻറ്റും ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇത് നമ്മുടെ ഒരു ട്രെയിനി ഫസ്റ്റ് ബാച്ചിലെ കേട്ടോ ടീച്ചിങ് പ്രാക്ടീസിന് അതൊരു CBSE സ്കൂളിലാണ് പോയത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കുട്ടികൾക്ക് എക്സ്പ്ലോറേഷൻ കുറവാണ്. അതായത് അവരെ കളിക്കാൻ വിടുന്നില്ല, പുറത്ത് ഗ്രൗണ്ടിൽ കളിക്കാനൊന്നും വിടുന്നില്ല, ക്ലാസ് റൂമിൽ തന്നെ ഇരുത്തുവാണ്. അപ്പൊ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല സ്കൂൾ അതോറിറ്റിക്ക്. അതായത് അവര് കളിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കളിക്കുമ്പോൾ വീഴും, തമ്മില് എന്തെങ്കിലും ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടല്ലേ. പാരന്റ്സ് ഭയങ്കരമായിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളതൊന്നും ഫേസ് ചെയ്യാൻ ആ സ്കൂൾ അതോറിറ്റീസിന് താല്പര്യമില്ല. പിന്നെ കുട്ടികളെ അനങ്ങാൻ സമ്മതിക്കില്ല ക്ലാസ് റൂമിലാണെങ്കിലും. അപ്പം നമ്മളുടെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയല്ല. കുട്ടികൾക്ക് ഫ്രീഡം ഉണ്ട്. ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു സർക്കിള്, നമുക്കിവിടെ കയ്യിലൊരു പട്ടം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പട്ടത്തിന് എത്രത്തോളം മുകളിലേക്ക് പറക്കാം. അത് പട്ടത്തിന്റെ കഴിവല്ല, ശരിക്കും നമ്മളുടെ കൺട്രോളിലാണ് ആ പട്ടത്തിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. എത്ര ഹൈറ്റിൽ പോകാം, എങ്ങനെ പറക്കാം എന്നുള്ളത്. പിന്നെ കാറ്റും അല്ലെ, അതായത് സാഹചര്യവും നമ്മുടെ കൺട്രോളുമാണ് ആ പട്ടത്തെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം, അവർക്ക് ഫ്രീഡം കൊടുക്കണം. അവർക്ക് കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാവില്ല അവരെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുള്ളത്. അവർക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ അവരെ എൻജോയ് ചെയ്യണം ആ ഒരു ഫ്രീഡം. അവരെ കളിക്കാൻ ഗ്രൗണ്ടിൽ വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒബ്സർവ് ചെയ്യണം. പിന്നെ ഓൾറെഡി നമ്മൾ പാരന്റ്സിന് ആദ്യമേ തന്നെ മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ പറയണം ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. കളിക്കുമ്പോൾ കുട്ടി വീഴാനും ചെറിയ മുറിവുകൾ പറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അതെല്ലാം ഇപ്പൊ വീട്ടിലാണെങ്കിൽ കളിക്കുമ്പോൾ സംഭവിക്കാലോ അല്ലെ. അപ്പൊ അതിന് വേണ്ടുന്ന എല്ലാ ഫസ്റ്റ് എയ്ഡും എല്ലാ കെയറിങ്ങും ഞങ്ങൾ ഇവിടെ കൊടുക്കും. പിന്നെ അത് ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡിന്റെ പോർഷൻസ് എടുത്തു തുടങ്ങിയോ? ഫസ്റ്റ് എയ്ഡ് എടുത്തു തുടങ്ങി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എയ്ഡ് നമുക്കറിയാം. ഫസ്റ്റ് എയ്ഡിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ വേണം, നിങ്ങളൊരു പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് തരുമായിരിക്കും അസൈൻമെന്റ്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ എമർജൻസി ആയിട്ട് കരുതി വെക്കണം. നമ്മുടെ വീട്ടിലും അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ എന്തായാലും വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എന്തായാലും സ്കൂളിൽ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടാകും. പിന്നെ എപ്പോഴും ഹോസ്പിറ്റൽസുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നോക്കണം സ്കൂള്. പക്ഷെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ മുറിവ് പറ്റുമെന്ന് കരുതി കുട്ടികളുടെ ഫ്രീഡം അവർ കൺട്രോൾ ചെയ്യല്ല വേണ്ടത്. നമ്മുടെ ഈ ട്രെയിനിങ് അവിടുത്തെ ടീച്ചിങ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു വന്നപ്പോ അവരവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അവിടെ തന്നെ അതിന് ജോബ് അഷുറൻസ് കൊടുത്തു. പക്ഷെ ഈ കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ. കാരണം നമ്മളുടേതായ ഒരു മെത്തേഡും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല, അവരെ പിടിച്ചു വച്ചിരിക്കുന്നു. അത്രയും ഒരു വലിയ സ്കൂളില് ഈ ഒരാൾക്ക് ചെന്ന് ഭയങ്കര മാറ്റങ്ങൾ വരുത്താൻ ഡിനേ ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ട് പറയാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു ആ ഒരു സ്കൂളിൽ ജോലി ചെയ്യാനായിട്ട്. നമ്മൾ വൺസ് ഈ മെത്തേഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ആണ് കുഞ്ഞുങ്ങളെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് തോന്നുള്ളൂ. ഈവൻ ദോ നമുക്കൊരു ജോബിന് അത്യാവശ്യമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യം നമ്മൾ തന്നെ കാണിക്കില്ല. കാരണം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. അപ്പോൾ സ്കൂളുകളുടെ റോള്, ഇപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യമാണ് പറഞ്ഞത്. സ്കൂളുകളുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് പോയിന്റ്സും താഴെ കാണാം. ആരാ ഒന്ന് നല്ലപോലെ ഒന്ന് വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? ആ ഇൻട്രൊഡക്ഷനും ആ പോയിന്റ്സും. ഓഡിയോ ഓൺ ചെയ്ത ഡിസ്റ്റർബൻസ് ഒന്നും വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കും. ആരുമില്ല? ഞാൻ വായിക്കട്ടെ. വായിക്കൂ. പേരെന്തായിരുന്നു? സൽമ. അവിടെ കാണുന്ന പേര് വേറെ, അതുകൊണ്ട് ചോദിച്ചാണേ. ഓക്കെ സൽമ. The roles of school in health education. Schools have a vital role to play in developing health alertness among the children. The sense of hygiene or well-being should last
in the whole life of the individual. School should assert on cleanliness and neatness along with a sense of hygiene. The school should help to develop essential habits of health. They include washing hands and mouth before and after having, keep personal hygiene by maintaining neatness and cleanliness, regular toilet habits, brushing teeth twice a day, using the toilet properly, washing oneself whenever necessary, especially after play, journey, etc. Also, developing these habits, the school must take care in providing children with a healthy balanced food, developing social habits of eating, drinking, using public places, etc. Various agencies for improving health education. ഓക്കെ ഇനഫ്. താങ്ക് യു. അപ്പൊ സ്കൂളിന് വൈറ്റൽ റോൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഈ ഹെൽത്ത് അലേർട്ട്നെസ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന്. ഇത് അവരുടെ ഹോൾ ലൈഫിൽ, ഈ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് ശരിക്കും ഈ കുട്ടികളിലെ പല ഹാബിറ്റ്സും ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അവിടെ അവര് പഠിക്കുന്നത് ലൈഫ് ലോങ് അവര് ശീലിക്കും. അത് 3 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺകോൺഷ്യസ് മെമ്മറിയാണ്. അവർക്ക് പലതും അല്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓർമ്മയുണ്ടാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും 3 ഇയേഴ്സ് വരെ ഉള്ളതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്. അല്ലെങ്കിൽ അതുപോലെ IQ ലെവൽ ഭയങ്കര ഹൈയിലിരിക്കുന്നവരായിരിക്കും ആ ഒരു 3 വയസ്സിനുള്ളില്, ബേർത്ത് തുടങ്ങി 3 വയസ്സ് വരെയുള്ളതിൽ എന്തെങ്കിലും ഓർക്കുന്നത്. ഹസ്ബൻഡിന് പക്ഷെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു 2-2.25 വയസ്സിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് വളരെ റെയർ കേസസ് ആണ്. ബട്ട് 0 to 3 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മെമ്മറിയാണ്. ആഫ്റ്റർ 3 ഇയേഴ്സ് നമ്മളുടെ മെമ്മറി കോൺഷ്യസ് ലെവലിലേക്ക് ഗ്രാജുവലി അത് ചേഞ്ച് ചെയ്യുക, പ്രോഗ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെമ്മറിയുടെ 2 ഡിഫറെന്റ് സ്റ്റേജ് ആണ്. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി 0 to 3 ഇയേഴ്സ് അൺകോൺഷ്യസ് ആണെങ്കിലും നമ്മളുടെ കോൺഷ്യസ് മെമ്മറിയിലേക്കുള്ള പ്രോഗ്രസിന്റെ ഫണ്ടമെന്റൽ അടിത്തറ നമ്മൾ പറയില്ലേ, ഫൗണ്ടേഷൻ ഇടല്ലേ, അത് ഈ 0 to 3 ഇയേഴ്സ് ആണ്. നമ്മൾ വിചാരിക്കുക 3 ഇയേഴ്സ് വരെ കുട്ടിക്കൊന്നും ഓർമ്മയൊന്നുമില്ലല്ലോ, അപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചാലും ആ സമയത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും കുട്ടിയുടെ ഉള്ളില് ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. ബ്രെയിനിൽ അതങ്ങനെ തറഞ്ഞു കിടക്കും. അത് മേ ബി ട്രോമയാകാം. പിൽക്കാലത്ത് ഒരു അടി കൊടുക്കുന്നു, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, കുട്ടിയെ ഉപദ്രവിക്കുന്നു, ഫിസിക്കലി ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്നു, ആരെങ്കിലും സെക്ഷുവലി ആയിട്ട് അബ്യൂസ് ചെയ്യുന്നു, ഇതെല്ലാം ഇതിന്റെ ഉള്ളിലൊരു ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. അപ്പൊ അതൊരു ട്രോമയാണ് പിന്നീടുള്ള ലൈഫില്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളോട്, കുഞ്ഞു കുട്ടികളെ നമ്മൾ എന്തെങ്കിലും 3 വയസ്സൊക്കെ ആണെങ്കിൽ എല്ലാരും അടിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ആ കുഞ്ഞു കുട്ടി നല്ല വലിയ കുട്ടിയാണെങ്കിലും അടിക്കുന്നു, കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞ് അതിങ്ങനെ കരഞ്ഞ് ചിലപ്പോ ഉറങ്ങിപ്പോവാം കുഞ്ഞുങ്ങള്. ഈ അവരുടെ ഉറക്കം ശ്രദ്ധിച്ചാൽ കാണാം, ഇവരിങ്ങനെ ഏങ്ങലടിക്കും, ചിലപ്പോ ഞെട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് അങ്ങനെ അപ്പൊ അതെന്ന് പറഞ്ഞാൽ അവർക്ക് സംഭവിച്ച ആ ഒരു ഇൻസിഡന്റിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ആ ഉറക്കത്തിലൊക്കെ നമ്മൾ കാണുന്നത്. നമ്മള് 3 വയസ്സ് വരെ ഉള്ളതാണെങ്കിലും ശരി, വലിയ കുട്ടികളാണെങ്കിലും ശരി, നമ്മൾ വഴക്ക് പറയുന്നു, അടിക്കുന്നു. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്ത് ആ ഫീലോട് കൂടി അവർ പോയി ഉറങ്ങാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. അവരെ നമ്മൾ അഥവാ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ ചെറിയൊരു കുഞ്ഞ് തല്ലി എണീപ്പിച്ച് ആ വിഷമൊക്കെ മാറ്റി ഒന്ന് ഹഗ് ചെയ്ത് കിസ് ചെയ്ത് അവരെ ഉറക്കുക. പിന്നെ അവര് സൗണ്ട് സ്ലീപ്പായിരിക്കും. മറ്റേത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും. നമ്മളിപ്പോ പറഞ്ഞത് 3 ഇയേഴ്സ് വരെ അവർക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, അവരുടെ ശീലങ്ങളൊന്നും അവർക്ക് അറിയില്ല. ബട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ്, ആ 3 വയസ്സിന് ശേഷം നമ്മൾ എന്ത് ശീലിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്ത് ശീലങ്ങളിലൂടെ കടന്നു പോകുന്നു, അവരുടെ ഹാബിറ്റ്സ് എന്താണോ അത് ലൈഫ് ലോങ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിക്കണം. അത് അവർ ഒരിക്കലും മറക്കില്ല ആ ഒരു സമയത്തെ പല കാര്യങ്ങളും. അപ്പൊ ഇവരുടെ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം ആഫ്റ്റർ 3 ഇയേഴ്സ് സ്കൂളുകളിലാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സ്കൂളിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. കുട്ടികളുടെ ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് സ്കൂളിന്റെ റോള് വളരെ വലുതാണ്. അത് ഏത് രീതിയിലുള്ള ഹാബിറ്റ്സ് ആണെങ്കിലും, അതായത് ആഫ്റ്റർ ഹാവിങ്, അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷവും അതുപോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ് കൈകൾ നല്ലപോലെ വാഷ് ചെയ്യാനായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കണം. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനും ടോയ്ലറ്റിൽ കറക്റ്റ് ആ ഒരു ടൈമിൽ അറിയാം. ഒരു ഇന്റർവെൽ വരുമ്പോൾ കുട്ടികളെ എല്ലാവരെയും വളരെ ഡിസിപ്ലിനോട് കൂടി ടോയ്ലറ്റിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യും ഒക്കെ നല്ലപോലെ കഴുകണം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അപ്പൊ അതെല്ലാം, ആ ഒരു ഹാബിറ്റ്സ് എല്ലാം സ്കൂളുകളിൽ നിന്ന് അവരിൽ കിട്ടും, അവരത് ശീലിക്കും.
പിന്നെ പറഞ്ഞു കൊടുക്കണം ദിവസവും 2 നേരം ബ്രഷ് ചെയ്യണം. അങ്ങനെ പിന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മധുരമുള്ള വെള്ളം കുടിച്ചാലും വാ നല്ലപോലെ കഴുകണം. എന്ത് കഴിച്ചാലും വാ നല്ലപോലെ കഴുകണം. ഇൻ ബിറ്റ്വീൻ ആണെങ്കിലും നല്ലപോലെ ക്ലീൻ ആക്കണം. ടോയ്ലറ്റ് നല്ല പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശീലിപ്പിക്കണം. പിന്നെ ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഓടി വരുന്ന കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യണമെന്നും, പിന്നെ അതുപോലെ വലിയ യാത്രകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണല്ലേ പുറത്തിറങ്ങുമ്പോൾ. പല രീതിയിലുള്ള എയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യിക്കുന്നത്. എയർ ഒരു മീഡിയം ആണ്, ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ഏറ്റവും കൂടുതലായിട്ടുള്ള മീഡിയം എയർ തന്നെയാണ്. പല അസുഖങ്ങളും വരാം. അപ്പൊ അതുകൊണ്ട് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് സ്കൂള് നല്ല കെയർ തന്നെ എടുക്കണം. അപ്പൊ സ്കൂളില് കുട്ടികൾക്ക് ഹെൽത്തി ഹാബിറ്റ്സ് അത് അവർ ഫോളോ ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ അവയർനെസ് കൊടുക്കാം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ചെറിയ കുട്ടികൾക്ക് വലിയ ലെക്ചർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വല്ല മനസ്സിലാവും? ഇല്ല, ഒരിക്കലും മനസ്സിലാവില്ല. നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു കാർട്ടൂൺസ് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ, നമുക്ക് പിക്ചേഴ്സിലൂടെ അവരെ കാണിക്കാം. ചെറിയ വീഡിയോസ് കാണിച്ചു കൊടുക്കാം അല്ലെ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കൊണ്ട് വീഡിയോസ്. നമ്മുടെ കോവിഡ് സമയത്ത് അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കാം. അപ്പൊ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോൾ പ്ലേ ചെയ്യിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാട്ടോ. ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഡ്രൈവ് ഉണ്ടാക്കി അത് ആക്ഷൻ സോങ്ങിലൂടെ ചെയ്യിക്കാം. പിന്നെ പ്ലക്കാർഡ്സ് ഉണ്ടാക്കാം, ഓരോ ആക്ഷന്റെ പ്ലക്കാർഡ്സ് ഉണ്ടാക്കാം. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് അതിന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കാം. നമ്മൾ എഴുതുന്നതിനേക്കാൾ എല്ലാം പിക്ചർ വെക്കുക. ഞാൻ അസൈൻമെന്റ്സ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, ആക്ടിവിറ്റികളാണ് തന്നത്. ഓക്കെ. ഹാൻഡ് വാഷ് ടെക്നിക്സിന്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ല മാമ, ഇല്ല. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഞാനത് ക്ലാസ് റൂമിൽ മെസ്സേജ് ആയിട്ടും ഇട്ടേക്കാം. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് ആക്ടിവിറ്റി ആയിട്ട് മതി. നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഹാൻഡ് വാഷ് ടെക്നിക്സിന്റെ ഒരു ഇത് ഞാൻ ഷെയർ ചെയ്യാം. ആ ഒരു കോവിഡ് സമയത്ത് കിട്ടിയ ഒരു പിക്ചറാണ്, അത് ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് ഇംപ്രൊവൈസ് ചെയ്യാം കേട്ടോ, മോഡിഫൈ ചെയ്യാം. നല്ല കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. തന്നെത്താനെ വരയ്ക്കാൻ അറിയുന്നവർക്ക് വരച്ച് നല്ല കളർഫുൾ ആക്കാം. ഇനി അതല്ല വരയ്ക്കാൻ അറിയാത്തവർക്ക് അത് കട്ട് ചെയ്ത് ഒട്ടിക്കാം. അങ്ങനെ എന്ത് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊരു നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ അങ്ങനെ ഇനി നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയത് നമുക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. അതായത് ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളിൽ എങ്ങനെ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കാൻ നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. ചെറിയൊരു ത്രെഡ് ഞാൻ പറഞ്ഞുതരാം. അതിങ്ങനെയാണ്, നമുക്ക് ഈ ബാക്ടീരിയ അതുപോലെ വൈറസിനൊക്കെ ഒരുമാതിരി വൃത്തികെട്ട ഷേപ്പാണല്ലോ. നമുക്ക് ആ ഷേപ്സ് വെച്ചിട്ട് പ്ലക്കാർഡ്സ് ഉണ്ടാക്കുകയോ മാസ്ക് പോലെ ഉണ്ടാക്കുകയോ ചെയ്യാം. എന്നിട്ട് കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്ന പോലെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ അവർ ഓടിപ്പോയി നല്ല പോലെ കൈയും ഫേസും വായും ഒക്കെ വാഷ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈ വൈറസ് ബാക്ടീരിയ എന്താണോ അതെല്ലാം ചത്തുപോകുന്നതായിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോറി കണ്ടന്റ് പോലെ ആക്കി ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ആ രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കുട്ടികളെ കൊണ്ട് തന്നെ ആ റോൾ പ്ലേ ചെയ്യിക്കാം. നിങ്ങൾക്കത് ഈ ഫേസിൽ വെക്കുന്ന മാസ്ക് ആയിട്ടും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കില്ലേ സ്റ്റിക്ക് വെച്ചിട്ട് പ്ലക്കാർഡ്സ് പോലെ, അതും ചെയ്യിക്കാം. അപ്പൊ ഞാനിങ്ങനെ അത് നമ്മളെ ട്രെയിനേഴ്സിന്റെ ഒക്കെ പല ഐഡിയാസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോ ഈ കുഞ്ഞു കൈയല്ലേ അവർക്ക് വേദന എടുക്കുമെന്ന് ചോദിച്ചപ്പോ അവര് വന്ന് ഇല്ല വേദനയ്ക്കില്ല, അവര് കൈക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അവര് മറ്റേ കയ്യിലേക്ക് മാറ്റി പിടിച്ചോളും, ഓട്ടോമാറ്റിക്കലി അവരത് ചെയ്തോളും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഓർക്കുക, നമ്മൾ എന്തും ആക്ടിവിറ്റി ചെയ്യുന്നത് അതിനൊരു പർപ്പസ് വേണം. മോണ്ടിസോറി മെത്തേഡ് അതാണ്. മോണ്ടിസോറി മെത്തേഡിൽ എന്ത് ആക്ടിവിറ്റീസിനും ഓരോ പർപ്പസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പലതരം മെറ്റീരിയൽസുകളുണ്ട്. ഈ മെറ്റീരിയൽസ് ഓരോന്നും ഡെഫിനറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുമ്മാ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല. നമ്മള് കുട്ടികൾക്ക് കുറേ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും അല്ലെ, ഭയങ്കര വില കൂടിയതും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ വാങ്ങിച്ചു കൊടുക്കും. പലപ്പോഴും അതിന്റെ പർപ്പസ് എന്താന്ന് ചിന്തിക്കാതെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ചിലര് പർപ്പസ് ഒക്കെ നോക്കി, ഇപ്പൊ ജനിച്ച ഉടനെ റാറ്റിൽസ് വാങ്ങും, ഇങ്ങനെ കിലുക്കുന്നത്
അല്ലെ? അതിനൊരു പർപ്പസ് ഉണ്ട്, ഡെഫിനറ്റ്ലി പർപ്പസ് ഉണ്ട്. കുട്ടി ആ സൗണ്ട് ശ്രദ്ധിക്കും, അതിലേക്ക് നോക്കും. കുറച്ച് കഴിയുമ്പോൾ അതിന് സാധനങ്ങൾ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ആകുമ്പോൾ ആ റാറ്റിന്റെ കയ്യിലെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതിനൊരു ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ എന്തോരം ടോയ്സാ വാങ്ങുന്നത്, അതിനൊന്നും ഒരു ഡെഫിനറ്റ് പർപ്പസ് ഇല്ല. ചില സ്കൂളുകളിൽ ചുമ്മാ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും, പക്ഷെ പിള്ളേർക്ക് അത് ഉപയോഗിക്കാനും പറ്റില്ല, വെറുതെ ആയിട്ട് കിടക്കും. അപ്പോൾ പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഓരോ പ്രോഡക്ട്സിനും ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും ഒരു ഡെഫിനറ്റ് പർപ്പസ് വേണം. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് നമുക്കറിയാം, അത് നമ്മുടെ വീട്ടിൽ വെച്ചാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കാണും, ശ്രദ്ധിക്കും. പിന്നെ സ്കൂളിൽ പോയാൽ നമ്മൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും, ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു റൈം ക്രിയേറ്റ് ചെയ്യുന്നു, ഹെൽത്തി ഹാബിറ്റ്സ് ടൈം, അതിനും ഒരു ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട് അല്ലെ? ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ നമ്മളൊരു റൈം ക്രിയേറ്റ് ചെയ്യുന്നു, നമുക്കത് ത്രൂ ആക്ഷൻസ് കാണിക്കാൻ പറ്റുന്നു, അതിനും ഒരു പർപ്പസ് ഉണ്ട്. അതുപോലെ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും നമ്പേഴ്സ് പഠിപ്പിക്കാനും നമ്മളൊരു റൈം ഉണ്ടാക്കുന്നു, ഒരു ആക്ഷൻ സോങ് ഉണ്ടാക്കുന്നു. ഇറ്റ് ഹാസ് ഓൾസോ ഗോട്ട് പർപ്പസ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ചുമ്മാ മിസ് പറഞ്ഞു അതുകൊണ്ട് ചെയ്ത് വെക്കാം, ആ ഒരു രീതിയിൽ ചെയ്യരുത്. ഡെഫിനറ്റ് പർപ്പസസ് ഉണ്ടായിരിക്കണം അല്ലെ? നമ്മൾക്കറിയാം നമ്മളുടെ മെഗാ സ്റ്റാർസ്, ഫിലിം സ്റ്റാർസ് ഒക്കെ അവര് ചിലര് ഭയങ്കര സെലക്റ്റീവ് ആയിട്ടേ മൂവീസ് എടുക്കുള്ളൂ. പല ആക്ടേഴ്സും അല്ലെങ്കിൽ ആക്ട്രസുകളും സെലക്റ്റീവ് ആയിട്ടാണ് മൂവീസ് എടുക്കുന്നത്. ചിലരോ കിട്ടണതെല്ലാം അങ്ങ് അഭിനയിക്കും. അതായത് അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ഇത്ര മൂവി ചെയ്തു എന്നുള്ള ക്രെഡിറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു രീതി വേണ്ട. മിസ് കുറെ അസൈൻമെന്റ് പറഞ്ഞു, ഞാൻ അസൈൻമെന്റുകൾ കൂട്ടി എഴുതി വെക്കുന്നു. ബട്ട് ഏതൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അസൈൻമെന്റ് ചെയ്യുമ്പോൾ അതിനൊരു പർപ്പസ് വേണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് നമുക്ക് പർപ്പസ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ഹാബിറ്റ്സ്, എങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളൊരു റൈം ഉണ്ടാക്കി, ഒരു ആക്ഷൻ സോങ് ഉണ്ടാക്കി, ഇറ്റ് ഹാസ് പർപ്പസ്. അതുപോലെ തന്നെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിന്റെ മാസ്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ ആ പ്ലക്കാർഡ്സ് പോലെ ഉണ്ടാക്കി വെച്ചു. അത് വെച്ചിട്ട് സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ലപോലെ ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചാൽ കാണാം കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് റിപ്പിറ്റീഷൻ. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവർ ഒരു കാര്യം തന്നെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യും. ബട്ട് ഒരു അഡൾട്ടിന് റിപ്പീറ്റേഷൻ ഇല്ല, അവർക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ അങ്ങനെ തോന്നാറില്ല. അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ പണി ചെയ്ത് തീർക്കുക, റിസൾട്ട് കിട്ടുക. പക്ഷെ കുട്ടികളെ എൻഡ് റിസൾട്ടിനേക്കാളും അവരാ പ്രോസസ് എൻജോയ് ചെയ്യും, ചെയ്യുന്നത് അവരെ എൻജോയ് ചെയ്യുക. നമ്മളൊരു സ്റ്റീലിന്റെ ഒരു പാത്രവും ഒരു സ്പൂണും ആ പാത്രത്തിൽ അല്പം വെള്ളം കൊടുത്തു, കുട്ടി വേറൊരു പാത്രം കൂടെ കൊടുക്കുക. കുട്ടി ഈ സ്പൂണ് കൊണ്ട് ഈ വെള്ളം എടുത്തിട്ട് മറ്റേ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അത് പലതവണ റിപ്പീറ്റ് ചെയ്യും, തിരിച്ചും മറിച്ചും ഒക്കെ അവര് റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റും ഇവരുടെ ഡെവലപ്മെന്റ് എന്നുള്ള മൈൽ സ്റ്റോണിലെ നാഴികക്കല്ല് നമുക്ക് പറയാം. ആ മൈൽ സ്റ്റോണിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് റിപ്പീറ്റേഷൻ. മോണ്ടിസോറി കുട്ടികളുടെ ഈ ഒരു മറിയാം മോണ്ടിസോറി, ഞാൻ മോണ്ടിസോറി എന്ന് ഉദ്ദേശിച്ച മറിയാം മോണ്ടിസോറി കേട്ടോ. മറിയാം മോണ്ടിസോറി കുട്ടികളുടെ ഈ സ്പെഷ്യാലിറ്റി, അതായത് ഇവർ ഈ കാണിക്കുന്ന റിപ്പീറ്റേഷൻ കണ്ടിട്ടാണ് പല മോണ്ടിസോറി മെറ്റീരിയൽസും ഡെവലപ്പ് ചെയ്തത്. മോണ്ടിസോറിക്ക് അറിയാം കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റെപ്പിറ്റേഷൻ ആണ്. പറഞ്ഞു വേറെ കുറെ കാര്യങ്ങളായിട്ട് വേറെ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി ഇത് പഠിക്കുന്നത് പാർട്ട് 3-ലാണ്. പക്ഷെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഹെൽത്തി ഹാബിറ്റ്സ് റിലേറ്റഡ് എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യിക്കുക. നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് 10 minutes ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി എന്തൊക്കെ കാണിക്കാനുണ്ടെന്ന് പറയുമ്പോൾ 10 minutes മുമ്പ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ എപ്പോഴും വേറൊരാളെ കോപ്പി ചെയ്യാതിരിക്കുക. അത് ആ ഐഡിയ മനസ്സിലാക്കി നമ്മളുടേതായ എന്തെങ്കിലും ഒരു ടച്ച് അല്ലെ, നമ്മളിപ്പോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വേറൊരാളുടെ റെസിപ്പി വാങ്ങിച്ച് നമ്മൾ ചെയ്താലും നമ്മളുടെ ഒരു ചെറിയൊരു ടച്ച് അതിനകത്ത് വരാൻ നമ്മൾ ആഗ്രഹിക്കില്ലേ? ആളുകൾ കഴിക്കുമ്പോൾ ഇതിനൊരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്, സെയിം ഫുഡ് ഞാൻ വേറെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ദാറ്റ്സ് നമ്മളുടെ ഒരു ക്വാളിറ്റി അല്ലേ അത്. സോ അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും എല്ലാം നിങ്ങൾക്കത് ഡിസൈൻ ചെയ്യാം, എങ്ങനെയൊക്കെ ഭംഗിയാക്കാം. അപ്പൊ എല്ലാവരുടെയും കാണുമ്പോൾ നമുക്കൊരു യുണീക്ക് വ്യത്യസ്തത തോന്നണം കേട്ടോ. ഓക്കെ, ഗൂഗിൾ സെർച്ച് ചെയ്ത പല കാര്യങ്ങളുണ്ടാവും. ഞാനിപ്പോ ഫസ്റ്റ് 3 ബാച്ചസിന്റെ വൈവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 റെക്കോർഡ്സ്, 5 റെക്കോർഡ് ടോട്ടൽ ഉള്ളതിൽ 2 റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈം ബുക്കും സ്റ്റോറി ബുക്കും.
ഇതില് നമ്മൾ തന്നെത്താനെയാണ് റൈമും അതുപോലെ തന്നെ സ്റ്റോറി എഴുതേണ്ടത്. ഇന്നൊരു വൈവ ചെയ്തപ്പോ ഒരു കുട്ടിയോട് ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, സ്റ്റോറി ബുക്കിൽ, അതായത് തന്നെത്താനെ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറി ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ ഞാൻ ചോദിച്ചതാണ്. സ്റ്റോറി ബുക്കിൽ എഴുതിയ സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയൊരു സ്റ്റോറിയുടെ കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ മതി ചോദിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്താ മിസ് അതല്ല എഴുതിയത്. അപ്പൊ എനിക്ക് കേൾക്കണ്ട, നമ്മൾക്ക് അറിയാവുന്ന കഥകളും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയ കഥയല്ലല്ലോ. ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്, ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. മറിയ മോണ്ടിസോറി കുട്ടികളെ, മറിയ മോണ്ടിസോറി ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ, മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ അല്ലെ. മറിയ മോണ്ടിസോറി കുട്ടികളിലെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും മനസ്സിലാക്കിയിട്ടും കൂടിയാണ് അവരുടെ ഓരോ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ റിപ്പിറ്റേഷൻ നമ്മൾ പറഞ്ഞു, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഈ 3 ക്വാളിറ്റീസ് കുട്ടികളിൽ വളരെ കൂടുതലാണ്. അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം കുട്ടികളെ. അപ്പോഴാണ് അവര് പുതിയ പുതിയ കാര്യങ്ങൾ ആയിട്ട് അവര് ചെയ്തു തുടങ്ങുന്നത്. അതുപോലെ നമ്മളിലൊക്കെ ഉണ്ട് ആ ഒരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി. ആ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്കോർഡ്സ് നിങ്ങളെ കൊണ്ട് തന്നെത്താനെ റൈംസും സ്റ്റോറീസും എഴുതിപ്പിക്കുന്നത്. കുറെ പേര് പറഞ്ഞു, മിസ് ഞാനൊന്ന് എഴുതിയിട്ടും കൂടെ ഇല്ല, ഞാൻ എങ്ങനെയാ, എനിക്ക് അറിയില്ല എങ്ങനെ കഥ എഴുതണം, സോങ് എഴുതണം എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താ കേട്ടാന്നറിയോ, എഴുതാനായിട്ട് അങ്ങ് ഇരുന്നതും എവിടെ നിന്നൊക്കെയാണോ കഥകളും കവിതകളും വരുന്നതെന്ന് ഒരു പിടിയില്ല, ഇഷ്ടം പോലെ കിട്ടുവാന്ന് പറയാം. അപ്പൊ നമ്മളത് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് എടുക്കാത്തോണ്ടാണ്. സോ അതുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പിന്റെ 2 റൈം നമ്മൾ എഴുതണം, ആൽഫബറ്റ് സോങ്സിന്റെ 2 റൈം എഴുതണം, അതുപോലെ തന്നെ നമ്പർ സോങ്സിന്റെ 2 എഴുതണം. നിങ്ങൾ ഇത് 3 ഇപ്പോഴേ എഴുതി റഫായിട്ട് എഴുതി വെച്ചോ, റെക്കോർഡിന്റെ സമയമാകുമ്പോൾ അതിലേക്ക് കോപ്പി ചെയ്യാലോ. ഇത് പിന്നെ കൊച്ചുകുട്ടികളല്ലേ, വലിയ കുറേ സ്റ്റാൻസ് അല്ലെങ്കിൽ ലൈൻസ് ഉള്ള റൈമൊന്നും അവർ അത്രയും നേരം കേട്ടിരിക്കില്ല. അപ്പോൾ ഒരു മിനിമം 8 ലൈൻസ്, മാക്സിമം ഒരു 12 ലൈൻസ്, 4 ലൈൻസ് ആയാലും കുഴപ്പമില്ല, 12 കൂടരുത്. ഓക്കെ, കൂടുന്നത് ഏതൊക്കെ പറഞ്ഞു ആൽഫബറ്റ്സ്? നമ്മൾക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ആദ്യം പഠിപ്പിക്കേണ്ടത് ആൽഫബറ്റ്സും നമ്പേഴ്സും ആണല്ലോ. നമ്പർ 10 വരെ മതി കേട്ടോ. ആൽഫബറ്റ്സും നമ്പേഴ്സും പഠിപ്പിക്കണമല്ലോ എന്തായാലും ചെറിയ ക്ലാസ്സിൽ ചെല്ലുമ്പോ. അപ്പൊ അതിന്റെ റൈറ്റ്സ് എങ്ങനെ പഠിപ്പിക്കണം അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ഹാബിറ്റ്സ് റൈറ്റ് 3 നിങ്ങളൊന്ന് എഴുതി നോക്ക്. അപ്പൊ റെക്കോർഡ് എഴുതാനുള്ള ടൈം ആകുമ്പോഴേക്കും പറയുമ്പോഴേക്കും ഒരു ടെൻഷൻ വരില്ലല്ലോ. ഓൾറെഡി 3 റൈം നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളതെല്ലാം റെക്കോർഡ് എഴുതേണ്ട ടൈം. റെക്കോർഡ് എഴുതിക്കാൻ എന്തായാലും മെയ് പകുതി ആകുമ്പോഴേക്കും റെക്കോർഡ് ഡീറ്റെയിൽസ് തരാം. അപ്പോ എന്നെ ഒന്ന് ഓർപ്പിച്ചാൽ മതി. റെക്കോർഡ് ഡീറ്റെയിൽസ് തരേണ്ട സമയമായി എന്നെ ആരെങ്കിലും ഓർപ്പിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മള് റൈമായിട്ട് തന്നെയല്ലേ എഴുതണ്ടേ? അതെ അതെ, റൈമായിട്ട് എഴുതണ്ടേ. അതിന് പറ്റുന്ന പിക്ചേഴ്സും കളക്ട് ചെയ്തോളൂ. ആൽഫബറ്റ് സോങ് ഞാൻ വേണമെങ്കിൽ ഞാൻ എഴുതിയതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 8 years ബാക്ക് ആട്ടോ ഞാൻ ഈ റെക്കോർഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തത്. പക്ഷെ നമ്മൾ തന്നെത്താനെ ചെയ്തത് കൊണ്ടാണ് എനിക്കത് കളയാനൊന്നും തോന്നിയില്ല. ഞാനത് സൂക്ഷിച്ചു വെച്ചു. 5 റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അന്ന്. 8 വർഷം മുമ്പുള്ളത് ഇപ്പോഴും ഞാനിങ്ങനെ കീപ്പ് ചെയ്യുന്നു. സൈഡിലെ ബ്രൗൺ പേപ്പർ ഒക്കെ ഇച്ചിരി ഇങ്ങനെ പോയെന്നേ ഉള്ളൂ, വേറെ ഒന്നും പറ്റിയിട്ടില്ല. പേജസ് പോലും മടങ്ങിയിട്ടില്ല. നമ്മൾ തന്നെ എഴുതിയതായതുകൊണ്ട് നമ്മൾ കൊടുക്കില്ല, നമ്മൾ സൂക്ഷിച്ചു വെക്കും. നമ്മൾ അത്രയും എഫേർട്ട് എടുത്തത് കൊണ്ട്. ആൽഫബറ്റിക്കൽ സോങ്സ് സെക്കൻഡ് കേട്ടോ. ഞാൻ എഴുതിയതിനൊരു 7 ലൈൻസ്. ശരിക്കും പറഞ്ഞാൽ പ്രാസം ഒപ്പിച്ച് എഴുതലൊന്നും ഉണ്ടായില്ല. അങ്ങനെയൊക്കെ എഴുതാൻ അറിയുന്നവര് ആ റൈമിങ് വേർഡ്സ് യൂസ് ചെയ്തിട്ട്, അത് ഫസ്റ്റ് ലൈനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതി അങ്ങനെയൊക്കെ എഴുതുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അത്രയ്ക്കൊന്നും എനിക്ക് വന്നൊന്നുമില്ല. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഒരു പിക്ചർ കുട്ടികളുടെ ടെക്സ്റ്റ് ചെയ്ത് കളക്ട് ചെയ്തതാണ്. പിന്നെ നമുക്കൊരു സ്റ്റെൻസിൽ പോലെ വാങ്ങാൻ കിട്ടില്ലേ, ആൽഫബറ്റ്സിന്റെ ഷേപ്സ് ഉള്ളത്, അത് വെച്ചിട്ട് ട്രേസ് ചെയ്തു. ഇതാണ് കറസ്പോണ്ടിങ് പിക്ചർ ആയിട്ട് വെച്ചത്. ഞാൻ എഴുതിയത് നമുക്ക് 26 ലെറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ABCD കം ടുഗദർ, EFGH സ്റ്റാൻഡ് ടുഗദർ, IJKL സിറ്റ് ടുഗദർ, MNOP ജംപ് ടുഗദർ, QRST റൺ ടുഗദർ, UVW ക്ലാപ്പ് ടുഗദർ, XYZ
സ്റ്റേ ടുഗദർ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ആക്ഷൻസും പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്മൈൽ ടുഗദർ നമ്മൾ എന്ത് വേണമെങ്കിലും ആക്ഷൻസ് യൂസ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഒരെണ്ണം കൂടെ എഴുതിയത് അതിലൊരു ടീച്ചറും കുട്ടിയുടെയും കൂടെ ഒരു പിക്ചറാണ്. കം ഡിയർ ചിൽഡ്രൻ, വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം, ഒരു പ്രോബ്ലം ഇല്ല. കം ഡിയർ ചിൽഡ്രൻ, വി വിൽ സിംഗ് ടുഗദർ ABCD EFG, clap your hands, clap clap clap. HIJK LMNOP, nod your head, nod nod nod. QRST UVW, stamp your feet, stamp stamp stamp. XYZ, shout hooray 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 hooray. ഇങ്ങനെയാണ് ഞാൻ എഴുതിയ 2 ആൽഫബറ്റിക്കൽ സോങ്സ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാം, പിക്ചേഴ്സ് കളക്ട് ചെയ്യാം, വരയ്ക്കുന്നവർ വരയ്ക്കാം. ഇനി വരച്ച് നമ്മൾ കളർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്യുമ്പോൾ സ്മഡ്ജ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ബാക്ക് സൈഡില് അതിന്റെ കളർ ഇങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. വരയ്ക്കുന്നവരോടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്യാം. ക്രയോൺസ്, വാക്സ് ക്രയോൺസും ഓയിൽ പേസ്റ്റൽസും തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ തോന്നുന്നു. ഈ ഓയിൽ പേസ്റ്റൽസില് നമുക്ക് ഒരു സ്ക്രബ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ക്രിബർ പോലത്തെ ഒരു സാധനം കിട്ടും. അപ്പൊ ഈ എക്സസ് ആയിട്ടുള്ള കളറിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരച്ചൊരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കളർ ചെയ്ത ആ പോർഷൻ നല്ല ഫൈനായിട്ട് പരന്നിരിക്കും, ഇങ്ങനെ പൊങ്ങിയൊന്നും ഇരിക്കില്ല. പക്ഷെ വാക്സ് ക്രയോൺസിൽ ഇതിങ്ങനെ ഉരുണ്ട് അവിടെ കളർ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ സ്കെച്ച് പെന്നിന്റെ ഈ ഒരു പ്രോബ്ലം പറഞ്ഞപ്പം ഒരു കുട്ടി എന്നോട് പറഞ്ഞു വേറൊരു ക്ലാസ്സിന്, അതിന്റെ കയ്യിലൊരു സ്കെച്ച് പെൻ ഉണ്ട്, അതങ്ങനെ സ്മഡ്ജ് ആവുന്നില്ല എന്ന്, ബാക്കിലേക്ക് കാണുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ഉള്ള സ്കെച്ചസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഒന്ന് വാങ്ങിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ കാണുമല്ലോ. നെക്സ്റ്റ് നമ്പർ സോങ്സ്, അതും ഇതുപോലെ 2 എണ്ണം നമ്മൾ എഴുതണം. നമ്പർ സോങ്സിലും ഇതുപോലെ തന്നെ ഒരു പിക്ചർ വെച്ചു. പിന്നെ മുകളിൽ അതുപോലെ തന്നെ ഒരു സ്റ്റെൻസിൽ കിട്ടും. ആ സ്റ്റെൻസിൽ വെച്ചിട്ട് നമ്പേഴ്സ് മാർക്ക് ചെയ്തു. അതും ആക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യിക്കാം. ഞാൻ എഴുതിയത് വായിക്കാം. 1 2 enter the class, 3 4 keep your bags down, 5 6 say your prayers, 7 8 smile each other, 9 10 wish each other, say hi, say hello, say good morning, be happy happy happy. ഇതാണ് ഞാൻ എഴുതിയത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, സെക്കൻഡ് വണ്ണിന്റെ പിക്ചർ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എല്ലാം പിക്ചർ ഒട്ടിക്കുകയോ ചെയ്ത് എനിക്കങ്ങനെ ഭയങ്കര വരയ്ക്കാനൊന്നും അറിയില്ല. പക്ഷെ വേറൊരു റെക്കോർഡില് വരയ്ക്കാനും കളർ ചെയ്യാനും എന്റെ മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയുള്ള പിക്ചർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ 2 പേരും അത്യാവശ്യം വരയ്ക്കും. അപ്പൊ അവര് 2 പേരും അത് വരച്ച് എനിക്ക് കളർ ചെയ്ത് തന്നു. നെക്സ്റ്റ് നമ്പർ സോങ്ങില് സേ 1 plant a tree, say 2 water daily, say 3 care it well, say 4 plant more trees, say 5 make a beautiful garden, say 6 make it awesome, say 7 touch and see the beauty, say 8 feel the fragrance, say 9 don't pluck the flowers, say 10 love them all. ഇതാണ് ഞാൻ എഴുതിയത്. നെക്സ്റ്റ് ഞാൻ ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അത് മാത്രല്ല കേട്ടോ റെക്കോർഡിലുള്ളത്, റെക്കോർഡിൽ കുറേ ഉണ്ട്. ഞാൻ ചില കാര്യങ്ങളിൽ ചെറിയൊരു മടിയുള്ള ആളാണ്. ഈ ഇൻഡെക്സ് പേജ് ഞാൻ എഴുതിയിട്ടില്ല. ഇൻഡെക്സ് പേജ് എഴുതിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ മറിച്ച് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പേജ് നമ്പർ നോക്കിയാൽ മതിയായിരുന്നു. നിങ്ങൾ എഴുതുമ്പോൾ ഇൻഡെക്സ് പേജ് കറക്റ്റ് ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ കൊടുക്കുവാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ട് അതിന്റെ പിക്ചേഴ്സ് കുട്ടികളുടെ EVSന്റെ ടെക്സ്റ്റീനോ അങ്ങനെ എന്തോ കിട്ടിയതാണ്. കുളിക്കുന്നത്, പല്ല് വെക്കുന്നത്, ഹാൻഡ് വാഷ് ചെയ്യുന്നത്, അങ്ങനെ ഉറങ്ങുന്ന എണീക്കുന്നത്, നേരത്തെ എണീക്കുന്നത്. ഓക്കെ, early to bed, early to rise, make everyone healthy one, brush your teeth twice a day, make your smile white as milk, wash your hands before and after every meal, take a bath twice a day. You can feel and see best of you only. Next one,
അതുപോലെ തന്നെ ആക്ഷൻസിന്റെ ചെറിയ പിക്ചേഴ്സ് ആയിപ്പോയി നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ വലുപ്പമുള്ളതാക്കാൻ നോക്കുക. ആ ഒരു പേജ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ. നെക്സ്റ്റ് വൺ, പ്രേ ടു ഗോഡ് every day and every day. Have healthy food in time, then only you get power. Comb your hair regularly, you can see how nice it is. Trim your nails regularly, it should be good for you. Wear neat and clean clothes, then you can see how smart you are. ഇതായിരുന്നു രണ്ടാമത് എഴുതിയത്. അത് കുറച്ചുകൂടെ വേർഡ്സുകൾ ഭംഗിയാക്കാട്ടോ. ഞാൻ എഴുതിയിരിക്കുന്നത് ഭയങ്കര ഋദ്ധമായിട്ടൊന്നും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ ഇച്ചിരി പാടാന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പൊ നിങ്ങളത് നല്ലതുപോലെ അത് ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ എല്ലാവരോടും പ്രെയർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് ആരെങ്കിലും? ഇല്ല. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പ്രെയർ ക്രിയേറ്റ് ചെയ്യണം. ഇംഗ്ലീഷിൽ 12 ലൈൻസ് ഒക്കെ മതിയാകും. ആ പ്രെയർ ആണ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടത്. ഇനി അതെല്ലാം നമുക്ക് മലയാളത്തിലോ ഹിന്ദിയിലോ സംസ്കൃതത്തിലോ അറിയാമെങ്കിൽ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഈ ചാൻസ് യൂസ് ചെയ്യണം. ഓരോ ദിവസവും ഓരോരുത്തരുടെ പ്രെയർ ആ ഒരു രീതിയിൽ തന്നെ പോകണം. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് എല്ലാവരോടും എനിക്ക് ക്ലാസ്സിൽ ടൈം തരുവാണ്, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചെയ്തിട്ട് വരാൻ പറയും. എന്നിട്ട് പ്രെയർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സർക്കിളിലായിരിക്കും ഇരിക്കുന്നത്, വട്ടത്തിലിരിക്കും. ഇരുന്നിട്ട് നമ്മുടെ പ്രെയർ ഇങ്ങനെ പാസ് ചെയ്യും. എന്റെ പ്രെയർ ബാക്കി എല്ലാവരും വായിക്കും. എന്നിട്ട് വോട്ടിംഗ് നടത്തും. ഏറ്റവും നല്ല പ്രെയർ ആരുടെയാന്നുള്ള വോട്ടിംഗ് നടത്തും. ആ വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത ആളുടെ പ്രെയർ ആയിരിക്കും ആ ഒരു 1 ഇയർ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത്. നമുക്കത് വേണ്ട. നമുക്ക് എല്ലാവരുടെയും പ്രെയർ ഓരോ ദിവസവും ഓരോരുത്തരുടെ പ്രെയർ ആയിട്ട് ചൊല്ലാനായിട്ട് പറ്റണം. പ്രെയർ നത്തിങ് റിലീജിയസ് അല്ലെ? നമ്മൾ സ്കൂളുകളിലൊക്കെ അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള പ്രെയർ ഒന്നും അല്ല ചെയ്യാറ്. നമുക്കൊരു എല്ലാവർക്കും കേൾക്കുമ്പോൾ വളരെ സന്തോഷവും സമാധാനവും, ഒരു സാഹോദര്യം, പീസ്, ഹാർമണി ആൻഡ് ബ്രദർഹുഡ് അല്ലെ? അതല്ലേ നമ്മളുടെയൊക്കെ ലക്ഷ്യം. ആ ഒരു രീതിയിൽ ഞാൻ 2 പ്രെയർ റെക്കോർഡിന് വേണ്ടിയിട്ട് 2 പ്രെയർ എഴുതിയിരുന്നു. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് വോട്ട് ചെയ്തപ്പോ എന്റെ പ്രെയർ ആയിരുന്നു സെലക്ട് ചെയ്തത്. ആ ഒരു പ്രെയർ ആണ് ആ 1 ഇയർ ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനും എനിക്ക് വലിയ ടോണൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ടോണില് നമ്മളതിന് മ്യൂസിക് ഇടുകയും കൂടെ നമ്മൾ ചെയ്യണം. അതായിരുന്നു നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്റെ മോള് ഇപ്പൊ +2 കഴിഞ്ഞവള്, അവള് 7th സമയത്ത് സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലിന് ഇംഗ്ലീഷ് പോയം റെസിറ്റേഷനില് അവൾ ഏത് ചൊല്ലണമെന്ന് ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞു, ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അത് നോക്കിയിട്ട് വന്ന് ഞാൻ ഇത് ചൊല്ലാന്ന് പറഞ്ഞു. അവിടെ വില്യം വേർഡ്സ്വർത്തിന്റെയും കീറ്റ്സിന്റെ ഒക്കെ പോയംസ് ആയിരുന്നു കുട്ടികൾ റിസൈറ്റ് ചെയ്തത്. അവള് ഇതെന്റെ അമ്മ എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് ഈ പോയം റിസൈറ്റ് ചെയ്തു. അങ്ങനെ അവൾക്ക് 3rd പ്രൈസ് കിട്ടി. അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അത് ആ പ്രെയർ ഞാനിന്ന് പറയാം. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പിക്ചർ ഇതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ റെക്കോർഡിൽ എഴുതേണ്ടതാ. പിക്ചർ ഇതാണ്. പ്രെയർ ഇതാണ്. എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, റിലീജിയസ് ആയിട്ടൊന്നും അതിലൊരു ഫീല് വരരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെയധികം ഞാൻ അതിനു വേണ്ടി ടൈം എടുത്തിട്ടാണ് ആ പ്രെയർ ചെയ്തത്. വെൻ സൺ ഷൈൻസ് ഫീലിംഗ് ഗുഡ്, then sorrows will go away. When moon lights feeling good, the calmness will fill in heart. When stars twinkle feeling good, then smile comes on the face. When breeze blows feeling good, then peace will come on mind. When flowers bloom feeling good, then fragrance spread all over. When birds sing feeling good, then sweetness will hear around. When lamp brights feeling good, then shine comes on the face. When all together doing well, then happiness forever. ഇതായിരുന്നു ഞാൻ എഴുതിയ പ്രെയർ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നേച്ചറിലുള്ള പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് ആ പ്രെയർ എഴുതിയത്. പിന്നെ ഒരെണ്ണം എഴുതി, അതിന്റെ പിക്ചർ ഇതാട്ടോ. ഇതും കുട്ടികളുടെ ടെക്സ്റ്റ് ചെയ്ത് കിട്ടിയ പിക്ചർ ഇതാണ്. ഓ ഗോഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് ദ ലൈഫ്. താങ്ക് യു ഗോഡ് ഫോർ ഗൈഡിങ് അസ്.
Thank you, God, for saving us. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for the flowers that bloom. Thank you, God, for everything. അങ്ങനെ പറഞ്ഞ 2 പ്രയർ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ എല്ലാ റൈറ്റ്സും നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലും പ്രെയർ പറയാം. അല്ലാത്ത പ്രെയറും നമുക്ക് ക്ലാസ്സിൽ പറയാം കേട്ടോ, പറയണ്ടെന്നല്ല. ഓരോ ദിവസവും ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തത് പറയാനുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു കമ്മിറ്റി ഫോം ചെയ്യുക വീക്ക്ലി. ആ കമ്മിറ്റിയിൽ 2 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ആരാണ് ആ ക്ലാസ്സിൽ ആ ഒരു ആഴ്ചയിൽ ഓരോ ക്ലാസ്സിലും പ്രെയർ ആരാണ് പറയേണ്ടത്, തോട്ട് ഫോർ ദ ഡേ ആരാണ് പറയേണ്ടത്, സൈൻ ഇൻ ആരാണ് പറയേണ്ടത്, ക്ലാസ് കഴിയുമ്പോൾ സൈൻ ഔട്ട് ആരാണ് പറയേണ്ടത് തീരുമാനിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫിൽ ഇപ്പൊ ശ്രീ വന്നിട്ട് ശ്രീയുടെ ചാനൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശ്രീ ഒന്നും മിണ്ടാതെ ക്ലാസ്സിന്റെ ഒരു കോർണറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നല്ലേ. അന്നങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും ഓടിപ്പോയി നോക്കി. എനിക്കും കുറേ കാലങ്ങളായിട്ട് ശ്രീയുടെ ചാനൽ ഫോളോ ചെയ്ത് പല റെസിപ്പീസും ഞാൻ ട്രൈ ചെയ്ത് പലരുടെ ആ ഒരു റെസിപ്പിന്ന് എനിക്ക് അപ്രീസിയേഷൻ പലപ്പോഴും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് പലർക്കും ഞാൻ ആ റെസിപ്പി എന്നോട് ചോദിച്ചു, ഞാൻ ഈ ചാനൽ സജസ്റ്റും ചെയ്തിട്ടുണ്ട്, റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, ആ ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഒരാളെ നമുക്ക് മനസ്സിൽ തോന്നുമല്ലോ ഒന്ന് കാണണമല്ലോ എന്നൊക്കെ. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വന്നപ്പോ ഞാൻ ശരിക്കും എന്താ പറയാ, ദാറ്റ് മൊമെന്റ് അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ പലരും ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ഇത്രയും പേരല്ലേ കയറിയിട്ടുള്ളൂ, 27 പേരെ കയറിയിട്ടുള്ളൂ. അപ്പൊ ഇവരിൽ പലരും ഉണ്ടായിരിക്കും, ആരെയും നമ്മൾ അറിയണില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വന്ന് പറയുക, നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് ആൽഫബറ്റിക്കൽ സോങ്സ് 2 റൈം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും ചെയ്യുക. നമ്പർ സോങ്സ് 2 എണ്ണം, മാക്സിമം 12 ലൈൻസ് 8 to 12 ലൈൻസ് ഒക്കെ വരുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ പ്രെയർ എല്ലാം 2 എണ്ണം വീതം, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് പിക്ചേഴ്സ് കളക്ട് ചെയ്ത് വെക്കുക. റെക്കോർഡിന്റെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ ഈസിയായി പെട്ടെന്ന് തന്നെ അതിലേക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് 3 അല്ല 4 ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പും ഉണ്ട്. അപ്പം വർക്കുകള് തരുന്ന ടൈമിൽ എന്നെ ചെയ്തു പോകാൻ നോക്കുക. കാരണം നമ്മൾ പല ജോലികളും വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും നോക്കുന്ന പല റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാ. എല്ലാം കൂടെ അവസാന നിമിഷം വെക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്ട്രഗിൾ ചെയ്യും. അത് കാണുമ്പോൾ എനിക്കും ആകെ വിഷമമാകും. അത് ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറയുവാണേ. അപ്പൊ എല്ലാം അപ്പപ്പം അങ്ങനെ ചെയ്ത് വെക്കുക. ദിവസം ഒരു 30 minutes നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ മാക്സിമം നമുക്ക് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റുന്ന സിമ്പിൾ ആക്ടിവിറ്റീസ് അതെല്ലാം മനസ്സിലാക്കി അതൊക്കെ ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്താലാണ് കുട്ടികളെ നമുക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യാതെ ചെന്ന് ഒന്നും നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ അത് നമ്മൾ ഡെവലപ്പിംഗ് ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞതാണ്. നെക്സ്റ്റ് പാരഗ്രാഫിലും നിങ്ങൾക്കൊരു അസൈൻമെന്റ് ആണുള്ളത്. വേരിയസ് ഏജൻസീസ്, നമ്മുടെ സൽമ അത് വായിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയായിരുന്നു. വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതില് നമുക്ക് കാണാം നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയുള്ള അവയർനെസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? ബുക്ക് വായിച്ചാൽ കിട്ടും. മാസികകൾ ഉണ്ടല്ലേ, ആരോഗ്യ മാസിക, ആരോഗ്യ കേരളമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ മാസികകൾ ഇറങ്ങുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടും. പല മാഗസീൻസിന് കിട്ടും, ബുക്സിൽ നിന്ന് കിട്ടും. ചില ബുക്ക്ലെറ്റുകൾ, ഓരോ കോവിഡ് ഔട്ട്ബ്രേക്ക് ഒക്കെ നടന്ന സമയത്ത് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് മീഡിയകളിലൂടെയും കിട്ടി. പിന്നെ റേഡിയോയില് പ്രോഗ്രാംസ് ഉണ്ടല്ലേ, ആരോഗ്യം റിലേറ്റഡ് റേഡിയോ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ആരോഗ്യ കേരളോ, ഡോക്ടറോട് ചോദിക്കാം. അതന്നെ. വീഡിയോ നമ്മുടെ TV പ്രോഗ്രാംസിലും ഉണ്ട്. അതുപോലെ തന്നെ അല്ലെ ഹെൽത്ത് ടോക്കോ അങ്ങനെയൊക്കെ പറയാം, ഹെൽത്ത് ലൈനോ ലൈഫ് ലൈനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ അസൈൻമെന്റ് നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് കൊടുക്കുന്ന ഡിഫറെന്റ് മീഡിയാസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അതായത് ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്ന ബുക്സ് ഏതൊക്കെയാണ്, ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്ന ഓഡിയോ പ്രോഗ്രാംസ്, റേഡിയോയിലെ പ്രോഗ്രാം, വീഡിയോ പ്രോഗ്രാംസ്,
യൂട്യൂബ് ചാനൽസ് ഒക്കെ അതിന്റെ ജസ്റ്റ് അതിന്റെ ടൈറ്റിൽ മാത്രം മതി, ആ പ്രോഗ്രാമിന്റെ പേര് എന്താണ്. വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ എക്സ്പ്ലനേഷനും കൊടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഫിലിംസ്, മൂവീസ് ഇറങ്ങിയിട്ടില്ലേ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന. ഞാനൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, മൂവിയുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതാണ് പ്രധാനമന്ത്രിക്കുള്ള കത്തോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞിട്ട്, ചിട്ടി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു കുട്ടി അവന്റെ വീട്ടില് ടോയ്ലറ്റ് ഇല്ല. ഇവര് ഒരു സ്ലം ഏരിയയിലാണ് ജീവിക്കുന്നത്, ഒരു റെയിൽവേ സ്റ്റേഷന്റെ യാർഡിന്റെ അടുത്ത്. അപ്പൊ അവര് ടോയ്ലറ്റ് പർപ്പസ് അതിന് വേണ്ടിയിട്ട് പോകുന്നത് ഈ ട്രെയിനിന്റെ കുറെ ബോഗീസ് ഇങ്ങനെ കിടക്കില്ലേ, ആ ഭാഗത്താണ് ഇവര് പോകുന്നത്. അപ്പൊ ലേഡീസ് പൊതുവെ രാത്രി കാലങ്ങളിലാണ് പോകുന്നത്, സേഫ്റ്റിയുടെ പ്രശ്നം കൊണ്ട്. അങ്ങനെ ഇവന്റെ അമ്മ രാത്രി, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവന്റെ അമ്മ രാത്രി ടോയ്ലറ്റിൽ പോകാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവന് അച്ഛനില്ല, അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ചെറിയൊരു മോനാണ്, 8 years or 7 years ആ ഒരു ഏജിലുള്ളത്. അപ്പൊ അമ്മയും മോനും മാത്രമേ ഇല്ല. അമ്മ ഇങ്ങനെ രാത്രി പോകുന്ന സമയത്ത് അമ്മയെ ഒരാള് ഉപദ്രവിക്കുകയാണ്, മോളസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവര് ഭയങ്കരമായിട്ട് വിഷമിച്ച് വരുമ്പോഴേക്കും ഇവൻ, കുട്ടിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് കുട്ടിക്ക് അറിയില്ല, പക്ഷെ അവന്റെ മനസ്സിൽ വരികയാണ് വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അപ്പൊ വിഷമിക്കില്ലായിരുന്നു. അങ്ങനെ അവൻ അവിടുത്തെ കുഞ്ഞിന്റെ മുകളിൽ പോയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കുക. അവന്റെ അമ്മയുടെ പഴയ സാരികളൊക്കെ കൊണ്ടുപോയി 2-3 കമ്പൊക്കെ വെച്ച് ഫുൾ കവർ ചെയ്ത് ടോയ്ലറ്റ് പോലെ അവിടെ ഉണ്ടാക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാറ്റ് വന്നപ്പോ അത് മുഴുവൻ തകർന്നു പോയി. അങ്ങനെ അവന് പിന്നീട് വിഷമവും. അങ്ങനെ അവൻ ലോക്കൽ അതോറിറ്റീസിന്റെ അടുത്ത് ചെല്ലുവാണ്, ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ശരിയാക്കി തരാം. ലോക്കൽ അതോറിറ്റീസിന്റെ അടുത്ത് ഈ 9 years മോൻ ചെല്ലുമ്പോഴേക്കും അവര് അവനെ കളിയാക്കി പറഞ്ഞു വിടും. പിന്നെ ആരോ പറഞ്ഞു കേട്ട് പ്രൈം മിനിസ്റ്ററോട് നേരിട്ട് പറഞ്ഞാൽ പോകുന്നത് ഇവൻ ട്രെയിൻ കയറിയിട്ട്, ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കള്ളവണ്ടിയൊക്കെ കയറിയാ പോകുന്നത്. ഇവനും ഇവന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് പോകാനായിട്ട് ചെല്ലുവാണ്. നമുക്കറിയാം അങ്ങനെ ഈസി ആയിട്ടൊന്നും പ്രൈം മിനിസ്റ്റർ കാണാൻ പറ്റില്ല, പക്ഷേ ഹി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അവൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അവൻ ചെന്ന് പ്രൈം മിനിസ്റ്റർ കാണണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയും. സെക്യൂരിറ്റി കുട്ടികളെ ഓടിച്ചു വിടാൻ നോക്കുക. ഇത് കണ്ടുകൊണ്ട് പ്രൈം മിനിസ്റ്ററുടെ PA ഒരാൾ ഇത് കാണുന്നുണ്ടായിരുന്നു. അയാൾ ചെന്ന് ചോദിക്കുമ്പോൾ അവൻ എഴുത്തെടുത്ത് കൊടുക്കുക. വളരെ നിഷ്കളങ്കമായിട്ട് പ്രൈം മിനിസ്റ്റർക്ക് കത്തെഴുതിയേക്കുക. അവൻ പറയാ ഇങ്ങനെ വീട്ടില് ടോയ്ലറ്റ് ഇല്ലാത്തത് എന്റെ അമ്മ വളരെ വിഷമിച്ചു, പ്രൈം മിനിസ്റ്റർക്ക് വീട്ടില് ടോയ്ലറ്റ് ഇല്ലായിരുന്നെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ അമ്മ വിഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ PAക്ക് അത് വായിച്ചപ്പോ ഭയങ്കരമായിട്ട് അവനോട് ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ PA അത് ഞാനിത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ ഒരു 1 weekനുള്ളിൽ അവനെ കളിയാക്കി പറഞ്ഞു വിട്ട ലോക്കൽ അതോറിറ്റീസ് വന്ന് അവരുടെ ആ ഒരു കോളനിയില് കുറേ ടോയ്ലറ്റ്സ്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറേ ടോയ്ലറ്റ്സ് പണിത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റോറി ആയിരുന്നു. നമുക്കങ്ങനെ ഭയങ്കര കളർഫുൾ മൂവി ഒന്നുമല്ല, ബട്ട് അത് കാണാൻ അവന്റെ ആ ഒരു എഫേർട്ട് നമുക്ക് കാണാനായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ചില ഫിലിംസ് ഒക്കെ ഉണ്ട്, ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ഫിലിംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് ഇതാണ്, വേരിയസ് ഏജൻസീസ് ഞാനത് ക്ലാസ് റൂമിൽ ഇട്ടതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി, റെഡിയാക്കി വെക്കുക. ചിലപ്പോൾ മേ ബി ഞാൻ ഇന്നിടും, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും ഇടുന്നത്, 1 day ആയിരിക്കും. നിങ്ങൾ അത് റെഡിയാക്കി വെക്കുക. ആ മെസ്സേജ് ക്ലാസ് റൂമിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക്, എന്നാലേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെയ്ത ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. ക്ലാസ് റൂമിൽ ആ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴേ സബ്മിഷൻ നടക്കുള്ളൂ. റെഡിയാക്കി വെക്കാലോ. അങ്ങനെയുള്ള ഗുഡ് ഹാബിറ്റ്സ്, അങ്ങനെ ഹെൽത്ത് അവയർനെസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള വേരിയസ് ഏജൻസിന്റെ ഡീറ്റെയിൽസ്, ബുക്സിന്റെ പേര്, കുട്ടികളുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഫസ്റ്റ് ക്രൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പൊ ബുക്സിൽ ഫസ്റ്റ് ക്രൈ ഇന്ത്യ ചിൽഡ്രൻസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാൻ, എന്നിട്ട് ബാക്കി ആരെക്കൊണ്ടെങ്കിലും വായിപ്പിക്കും. കൊച്ചു കുട്ടികളുടെ കാര്യത്തില് അവരെല്ലാം പഠിക്കുന്നത് കണ്ടിട്ടാണ്, അല്ലെ? വലിയ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട്, ടീച്ചർമാർ ചെയ്യുന്നത് കണ്ടിട്ട്, അതർ അഡൾട്ട്സ് അവരുടെ സിബ്ലിങ്സ് ചേട്ടനും ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ട്, പാരന്റ്സ് ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഷോ ദം ദ റൈറ്റ് വേ. നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് റൈറ്റ് വേ ഓഫ് യൂസിങ് വാട്ടർ, റൈറ്റ് വേ ഓഫ് ക്ലീനിങ് അവർ സെൽഫ്. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കാണുമ്പോഴാണ് അവരും അതുപോലെ ചെയ്യുന്നത്. അല്ലാതെ ഇവര് ജനിക്കുമ്പോഴേ ഇതൊന്നും പഠിച്ചിട്ട് വരികയല്ലോ. ഇവര് കാണുന്നതോ കേൾക്കുന്നതുമാണ് ഇവരങ്ങോട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അതാ കുട്ടികളുടെ നേച്ചറാണ്. സോ വി ഹാവ് ടു ഷോ ദം വാട്ട് ഇസ് റൈറ്റ്.
ഇത് ചാർട്ടിലാണോ എഴുതേണ്ടത് അതോ ഏതാണ് ഈ വേരിയസ്? ഇല്ല, അത് നിങ്ങൾ ബുക്കിൽ, നിങ്ങൾ ശരിക്കും ബുക്സിൽ എഴുതുന്ന, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, ബുക്സിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അസൈൻമെന്റ്സ്, ഈ അസൈൻമെന്റ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടും, അതിൽ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നല്ല പോലെ സെക്യൂർ ചെയ്ത് വെക്കണം. ഒന്നില്ലെങ്കിൽ ഫയൽ ചെയ്ത് വെക്കണം, ഫ്ലിപ്പ് ചെയ്ത് ഫയൽ ചെയ്ത് വെക്കണം. കാരണം ഇത് നമുക്കറിയാം, നമ്മൾ എന്തായാലും വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഫാനൊക്കെ ഇട്ടായിരിക്കും ഇരിക്കുന്നത്. പല കുട്ടികളുടെയും പല പേജ് ഇപ്പൊ മിസ്സിങ് ആ, പറന്ന ഈ മേശയുടെയും അൽമാരിയുടെയും കടിയിലേക്ക് പോയാൽ ആരും കാണില്ലല്ലോ. അതുകൊണ്ട് ന്യൂസ് പേപ്പേഴ്സിലാണ് എഴുതുന്നതെങ്കിൽ നല്ല പോലെ സെക്യൂർ ചെയ്ത് ഫയൽ ചെയ്ത് വെക്കാം. ഇത് ചാർട്ടിൽ വേണ്ട. ഹാൻഡ് വാഷ് ടെക്നിക്സ് ആക്ടിവിറ്റിക്ക് ഒരു ബുക്കും അസൈൻമെന്റിന് ഒരു ബുക്കും ഫിക്സ്ഡ് ആയി വെക്കാം അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറെ ബുക്കൊക്കെ ഇപ്പൊ ബാക്കി ഉണ്ടാവുമല്ലോ, എങ്ങനെയാന്ന് വെച്ചാ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് എന്നും അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നല്ല സേഫ് ആയിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കുക. കാരണം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എല്ലാം. ഒരിക്കലും തന്നെ ചെയ്യുന്നൊന്നും ആരും എവിടെയും കളയില്ലല്ലോ, അതൊക്കെ സൂക്ഷിച്ചു വെക്കില്ലേ. ആ രീതിയിൽ നമുക്ക് ആവശ്യം വരും. കാരണം ബുക്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഓരോന്നും നമ്മൾ എവിടെയെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്കത് ചാർട്ടിലേക്ക് ആക്കി നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ കയ്യിൽ ഒരു കോപ്പി ബുക്കിലും ഇരിക്കും, നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചാർട്ടും പ്രിപ്പയർ ചെയ്തിരിക്കും. കുട്ടികളെ കൊണ്ടുവന്ന് ബുക്ക് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു കുട്ടിയോ 2 കുട്ടിയോ 3 കുട്ടിയോ നമുക്ക് കാണിക്കാൻ പറ്റും. ചാർട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഹോൾ ക്ലാസ് ഒരുമിച്ച് അത് കാണും. അതൊക്കെയുണ്ട്. കൊച്ചു കുട്ടികളാകുമ്പോൾ അവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്. ഒരു കൊച്ചുകുട്ടിയെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ ഓടിക്കൂടും. അതിലും നല്ലത് ക്ലാസ്സിൽ പോകുമ്പോൾ ചാർട്ട് പ്രിപ്പയർ ചെയ്ത്, ഇപ്പൊ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ ഈ വേരിയസ് ഏജൻസിയുടെ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചാൽ എപ്പോഴെങ്കിലും സ്കൂളുകളിൽ PTA മീറ്റിംഗിൽ നമുക്ക് പാരന്റ്സിന്റെ അടുത്ത് ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ റെഫർ ചെയ്യാം. നമുക്ക് ഇതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് ക്ലാസ് എടുക്കാമല്ലോ, മീൻസ് പറയാലോ. പിന്നെ ഒരു ചാൻസ് എല്ലാവർക്കും കിട്ടുമെന്നൊന്ന് ശ്രമിച്ചു നോക്കുക, ചിലപ്പോൾ കിട്ടുമായിരിക്കും. അംഗൻവാടികൾ എന്തായാലും ഈ വെക്കേഷനുണ്ട്. നിങ്ങൾ ഈ ഹെൽത്തി ഹാബിറ്റ്സ് റൈം പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അംഗൻവാടികളിൽ പോയി കുഞ്ഞുങ്ങൾക്കും ക്ലാസ് എടുക്കാം, അവരുടെ പാരന്റ്സിനും ഒരു ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആ ടീച്ചർ ഇപ്പോൾ നമ്മൾ പെയ്ഡ് എന്ന് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, സർവീസ് ആണ്. അംഗൻവാടിയൊക്കെ നമുക്ക് സർവീസ് എന്നുള്ള രീതിയിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചാൻസാണ്, നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്ത് ചെയ്യാലോ. അപ്പൊ അങ്ങനെയൊക്കെ ചാൻസസ് കിട്ടുമെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്കൂളുകളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകാറാകുമ്പോഴേക്കും നമ്മളൊരു കോൺഫിഡന്റ് ആവും. നമ്മൾ തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ട്, നമ്മുടെ കുട്ടികൾ പോകുന്ന അംഗൻവാടിയാണോ, അപ്പൊ പിന്നെ ഏറ്റവും എളുപ്പമാവും ടീച്ചറോട് എനിക്കൊരു 30 മിനിറ്റ്സ് തരൂ കുട്ടികളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാനും, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഡെഫിനറ്റ്ലി അവർ സമ്മതിക്കാതിരിക്കില്ല. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം. കേട്ടിട്ടില്ലേ? ഓപ്പർച്യൂണിറ്റീസ് ആർ ഹേറ്റ് സ്റ്റോൺസ്. അവസരങ്ങൾ എന്ന് പറയുന്നത് ആലിപ്പഴം പോലെയാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ ആലിപ്പഴം, ഞാൻ കണ്ടിട്ടും കൂടിയില്ല. അപ്പൊ അത് ആലിപ്പഴം പോലെയാണ്, കിട്ടുന്നത് ശരിക്കും യൂസ് ചെയ്യാം. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മളുടെ വീട്ടിലെ വെക്കേഷൻ നമ്മുടെ കുറെ ഒരു 5-6 പിള്ളേര് അടുത്ത വീട്ടിലെ നമ്മളുടെ കസിൻസിന്റെ മക്കളും ഒക്കെ കൂടെ വരുവാണെങ്കിൽ എല്ലാത്തിനെയും വട്ടത്തിലെടുത്തിട്ട് അവർക്കും കൊടുക്കും ഒരു ക്ലാസ്. ഓക്കെ ഓക്കെ. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? പിന്നെ സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട് എന്ന് പറയണത് നമ്മള് ഈ മാക്സിമം വീഡിയോ ഓൺ ചെയ്ത് നമ്മൾ ത്രൂ ആക്ഷൻസിലൂടെ സൈൻ എന്ന് പറഞ്ഞ് എല്ലാരെയും വിഷ് ചെയ്യുക, ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. സൈൻ ഔട്ട് എന്ന് പറഞ്ഞ് എല്ലാവരോടും താങ്ക് യു പറഞ്ഞ് ബൈ പറഞ്ഞു പോവാന്നുള്ളതാണ്. അത് ഒരു ദിവസം 2 പേർക്ക് ചെയ്യാം. സൈൻ ഇൻ 2 പേര്, സൈൻ ഔട്ട് 2 പേർക്ക്. അങ്ങനെ ഓരോ ദിവസവും എല്ലാവരിലേക്കും ആ ചാൻസ് കിട്ടണം. നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഫേസ് ചെയ്യാനും പ്രസന്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ബ്ലോക്കിംഗ് ഉണ്ടാവുമല്ലോ, ഒരു ഇൻഹിബിഷൻ പോലെ, അതൊക്കെ മാറും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴേക്കും നമ്മൾ നല്ല പക്ക ഒരു നമുക്ക് ഷൈനസ് ഒന്നും ഉണ്ടാവില്ല. അതിനുള്ള അവസരമാണ് മാക്സിമം ഉപയോഗിക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കില്ല. ഓക്കെ ദെൻ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. വെക്കേഷൻ ആണ്, മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളുടെ കാര്യങ്ങളും സ്വയം ശ്രദ്ധിക്കുക, എല്ലാം കെയർ ചെയ്യാം. ഓക്കെ, ഫൈൻ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.
താങ്ക് യു മാം.